കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം. നമുക്ക് ഇനി ചിന്തിക്കാനായിട്ടുള്ളത് 16 മുതലുള്ള വാക്യങ്ങളാണ്. 16-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ ബുദ്ധിഹീനൻ എന്ന് കൊരിന്ത്യ സഭയിലുള്ള ആളുകൾ ചിലരെങ്കിലും ഒരു ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് വളരെയേറെ ആരോപണങ്ങൾ അവർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ഇല്ലെങ്കിലും പലർക്കും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ 1-ാമത്തെയും 2-ാമത്തെയും ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ആക്ഷേപങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സൂചനകൾ ധാരാളം ഇതേ അധ്യായത്തിൽ തന്നെയുണ്ട്. ഇതിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ, നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്നുള്ള ഒരു ആരോപണം അവരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. മാത്രവുമല്ല, നമ്മൾ ഈ 16-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ അത് നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. നമുക്കറിയാമല്ലോ, ഒരു പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തലനാണ്. ദൈവിക വെളിപ്പാടുകൾ ഏറെയും തന്നിലൂടെയാണ് ദൈവം കൊടുത്തത്. അങ്ങനെയുള്ളതായ മാത്രമല്ല, ഈ കൊരിന്ത്യയിലെ സഭ സ്ഥാപിച്ചതും അവിടെ പോയി സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിച്ചതും ഒക്കെ പൗലോസ് അപ്പോസ്തലനും തൻ്റെ കൂട്ടാളികളും കൂടെയാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലന് നേരെ അവർ ഉന്നയിക്കുന്നതായിട്ടുള്ളൊരു ആരോപണമാണ് ബുദ്ധിയില്ലാത്ത ആളാണ്. ബുദ്ധിയില്ലാത്ത ആളെന്ന് മാത്രവുമല്ല, 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് നമ്മൾ വായിച്ചു. പിന്നെയും പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് പറയുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോൾ ഒരുപക്ഷെ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ മറ്റ് അപ്പോസ്തലന്മാരെ വെച്ചൊരു താരതമ്യം ചെയ്തിട്ട് പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് ഒരു അപ്പോസ്തലൻ പോലും അല്ല എന്നുള്ളൊരു ആരോപണവും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഒന്ന് പറയുവാനായിട്ടുള്ള കാരണം. പിന്നെയും 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം, അവന് യാതൊരു വാക്സാമർത്ഥ്യവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സഭ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനായിട്ടൊരു സഭ സ്ഥാപിച്ച ഒരാളെ സംബന്ധിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത്ര ഗൗരവമായിട്ടുള്ള ആക്ഷേപങ്ങൾ അവരുടെ നിലയിൽ നിന്നും ഉളവായി എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് ഈ അധ്യായത്തിൽ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്നൊരു പ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തവൻ, പരിജ്ഞാനമില്ലാത്തവൻ, വാക്സാമർത്ഥ്യമില്ലാത്തവൻ, ഒരുപക്ഷെ ഒരു അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ യോഗ്യത പോലും ഇല്ലാത്തതായിട്ടുള്ള ഒരാളാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പോയതിന് ശേഷം ഇവരുടെ ഇടയിലേക്ക് ചില ആളുകൾ വന്ന് സുവിശേഷത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് അവരെ വചനം പഠിപ്പിച്ചു എന്നുള്ളതാണ്. സുവിശേഷത്തെ കൂട്ടിക്കളഞ്ഞ് വേറൊരു സുവിശേഷം, അതുപോലെ തന്നെ വേറൊരു ക്രിസ്തു, ഇങ്ങനെ വേറൊരു സുവിശേഷം, ആ സുവിശേഷത്തിലൂടെ വേറൊരു ക്രിസ്തുവിനെയും പ്രസംഗിച്ചപ്പോൾ അവർക്ക് ലഭിച്ചതായിട്ടുള്ള ആത്മാവ് എന്ന് പറയുന്നത് വേറെ ഒരു ആത്മാവാണ്. അപ്പോൾ അങ്ങനെ വന്ന ആളുകളെ താരതമ്യം ചെയ്തിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾക്കുള്ള എല്ലാ ബഹുമാനവും നഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ അവരെ ഒന്ന് കൊരിന്ത്യയിലെ വിശ്വാസികൾ വിലയിരുത്തിയപ്പോൾ അവർ നല്ല ബുദ്ധിയുള്ളവരായിട്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒന്നുമല്ല, നല്ല ബുദ്ധിയും അതുപോലെ തന്നെ വാക്സാമർത്ഥ്യവും പരിജ്ഞാനവും ഒക്കെ ഉള്ളതായിട്ട് അവരെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ഒരു തോന്നൽ വന്നു. അപ്പോൾ
യഥാർത്ഥത്തിലുള്ള സുവിശേഷം പ്രസംഗിച്ച ആളെക്കുറിച്ചുള്ള കൊരിന്തിലെ വിശ്വാസികളുടെ താല്പര്യവും ബഹുമാനവും നഷ്ടപ്പെടുകയും എന്നാൽ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും ആയിട്ട് അവരുടെ ഇടയിലേക്ക് വന്ന ആളുകൾ അവർക്ക് സ്വീകാര്യരായി തീരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്നും നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണിത്. പലപ്പോഴും വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിയുന്ന, പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് വളരെ ബഹുമാനമാണ് ആളുകൾക്കുള്ളത്. വളരെ ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, നല്ല പ്രസംഗ ചാതുര്യമുള്ളതായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രസംഗ പാഠവുമോ ഒന്നുമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ വളരെ ലളിതമായി ദൈവജനത്തോട് സംസാരിച്ചാൽ അതിൽ അവർക്കങ്ങനെ വലിയൊരു കാര്യമൊന്നും തോന്നുകയില്ല, ഒരു ബഹുമാനമൊന്നും തോന്നുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, ഇവിടെ കൊരിന്തിലെ വിശ്വാസികൾ ജ്ഞാനം അല്ലെങ്കിൽ അതുപോലെ തന്നെ വാക്സാമർത്ഥ്യം, ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ജ്ഞാനമെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, അവരവരുടെ ബുദ്ധിയിൽ ആണ് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ അവിടെ വന്ന ആളുകൾ, പൗലോസ് അപ്പോസ്തലന് ശേഷം ആ സഭയിൽ അവരെ പഠിപ്പിക്കുവാനായിട്ടുള്ള വന്ന ആളുകൾ, അവർ വളരെ ബുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ കേൾക്കുന്ന ആളുകളുടെ ചെവിക്ക് ഇമ്പമായും കേൾവിക്ക് ഇമ്പമായുമായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചപ്പോൾ സുവിശേഷത്തേക്ക് വിട്ടുകളഞ്ഞ് അവർ നേരെ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്ന് നമുക്ക് കാണാം. പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വലിയ നടുക്കത്തോടു കൂടിയായിരുന്നു, ഞാൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ പോലെ ഞാൻ നിങ്ങളുടെ ഇടയിലിരുന്നു. എൻ്റെ ജ്ഞാനമല്ല, മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. അതുപോലെ ഭയത്തോടും വിറയലോടും കൂടെ ഞാൻ നിങ്ങളുടെ ഇടയിലിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ സഭയിൽ ഇരുന്നതായിട്ടുള്ള തൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി വളരെ പ്രാഗൽഭ്യത്തോടെ അറിവുള്ളവനായിട്ട്, ഒരുപക്ഷെ വളരെ ലോകത്തെ സംബന്ധിച്ചും, അല്ലെങ്കിൽ അന്നും നമുക്കറിയാമല്ലോ, ജ്ഞാനമെന്ന് പറയുന്നത് യവനന്മാരുടെ ഇടയിൽ, ഗ്രീക്കുകാരുടെ ഇടയിൽ ജ്ഞാനമെന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യവും സ്വീകാര്യതയുമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ ഈ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം തുടങ്ങുന്ന ആദ്യ ഭാഗങ്ങളിൽ തന്നെ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ഈ ഒരു കാര്യം അവിടെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. അപ്പോൾ വളരെ ജ്ഞാനത്തോടുകൂടി എന്ന രീതിയിൽ സഭകളിൽ വന്ന് വളരെ വൈഭവത്തോടുകൂടി പ്രസംഗിക്കുമ്പോൾ ആളുകൾക്കത് കേൾക്കാനായിട്ടും അതിൽ ആകൃഷ്ടരാകാനുമായിട്ടുമുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവികമായിട്ടുള്ള സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് അത് ഒരുവൻ്റെ പ്രസംഗ പാടവത്വത്തിലൂടെയല്ല, ഒരുവൻ്റെ ജ്ഞാനത്തിലൂടെയുമല്ല, മറിച്ച് അതൊരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഒരു ജ്ഞാനം ആളുകൾക്ക്, ആത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ ദൈവികമായിട്ടുള്ള സത്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് വേണമോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിയില്ലാതെ നമുക്ക് ഒന്നും പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ കഴിയുകയില്ല. മനുഷ്യനെക്കുറിച്ച് ബുദ്ധി ഇല്ലാത്ത ആൾക്കൊരിക്കലും എന്ത് കേട്ടാലും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് വെളിപ്പെടുത്തണമെങ്കിലും അത് മറ്റൊരാളോട് പറയണമെങ്കിലും അതിന് ബുദ്ധി ആവശ്യമാണ്. മനുഷ്യനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്, ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ പറയുമ്പോഴും ഈ 3 കാര്യങ്ങളെയും നമുക്ക് വ്യത്യസ്തമായി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിലും പ്രവർത്തനം അത് ഒരുമിച്ചാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല. ഒരു മന്ദബുദ്ധിയായിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളതായിരിക്കുന്ന ഒരാൾക്ക്
ദൈവവചനം വായിക്കാനോ പഠിക്കാനോ അത് മനസ്സിലാക്കാനോ, കേട്ടാൽ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനേ കഴിയില്ല, പിന്നെ അത് അവതരിപ്പിക്കാനായിട്ടും അവർക്ക് കഴിയില്ല. അപ്പോൾ ബുദ്ധിയെയും അതുപോലെ തന്നെ നമ്മുടെ ദേഹിയെയും ശരീരത്തെയൊക്കെ നമുക്കങ്ങനെ വേർപെടുത്തി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ കാണുമ്പോൾ അത് നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ളൊരു വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിയിൽ നിന്നാണെന്ന് പറയും, ആത്മാവിൽ നിന്നല്ല എന്ന് പറയും. എന്നാൽ ഇതെല്ലാം കൂടെ ഒരു യൂണിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയതയിലെ ഒരു ലക്ഷണമല്ല എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല. നമുക്ക് ഒട്ടേറെ ലോകത്തെ സംബന്ധിച്ചോ പ്രപഞ്ചത്തെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ ഉള്ളതായിട്ടുള്ള ജ്ഞാനം നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എടുത്ത് അവതരിപ്പിച്ചാൽ ആ ക്ലാസ്സുകളെയൊക്കെ അല്ലെങ്കിൽ പ്രസംഗങ്ങളെയൊക്കെ വളരെ മനോഹരമാക്കുവാനും കേൾക്കുന്നവർക്ക് വളരെ സ്വീകാര്യമാക്കുവാനായിട്ടും സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ബൈബിളിൽ നാം അപ്പോസ്തലന്മാരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാര്യത്തിലോ ഒക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെ അവരുടെ ജ്ഞാനം എടുത്ത് മറ്റാളുകളെ പഠിപ്പിക്കുകയോ അങ്ങനെ അവരുടെ വാക്കുകൾക്ക് ഭംഗി വരുത്തുകയോ ആളുകളെ ആകർഷിക്കുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഒരു കാലത്തും ഇങ്ങനെയുള്ള സന്ദേശങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറിച്ച് അത് ദൈവ മനുഷ്യരെ മാനസാന്തരത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുകയും അവരെ ദൈവമനുഷ്യരാക്കി തീർക്കുക എന്നുള്ളതുമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക്, ക്രിസ്തീയ ലോകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ എപ്പോഴും മനുഷ്യർക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാനും അതുപോലെ തന്നെ വളരെ കേൾവിക്ക് ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരെ കേൾക്കാനായിട്ടും ഒക്കെ ഒരു വലിയ താല്പര്യമുള്ളത് നമുക്കറിയാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പ്രസംഗിക്കുവാനായിട്ട് കഴിവുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് കേൾക്കുന്നതിൽ അപാകതയൊന്നുമില്ല. അത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വാക്സാമർത്ഥ്യത്തിലേക്കാണ്, അതുകൊണ്ടാണ് നാം ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അതൊരിക്കലും ശരിയല്ല. അപ്പോൾ നാം ആകർഷിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിലേക്കാണ്, അതല്ലാതെ ദൈവവചനത്തിലേക്കല്ല എന്നുള്ളതാണ്. അപ്പോൾ നാം ഭോഷന്മാരായി തീർന്ന് നമ്മളിലൂടെ പ്രസംഗിക്കപ്പെടുന്നതായിട്ടുള്ള വചനത്തിന് പ്രാമുഖ്യം ലഭിക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഉപകാരമായിട്ട് വരികയുള്ളൂ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പോയതിന് ശേഷം അവിടെ വന്നതായിട്ടുള്ള ആളുകൾ അവർ വളരെയേറെ ജ്ഞാനം അവരുടെ അടുത്ത് പ്രസംഗിച്ചു, വലിയ വലിയ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പ്രസംഗിച്ചു, നല്ല നിലയിൽ അവർ പ്രസംഗിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ചു, ഇവരൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്, ഇവർക്കൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഇവിടെ വന്നൊരു 1.5 വർഷം പഠിപ്പിച്ചിട്ടും ഇതുപോലെയുള്ള ഒരു പഠിപ്പീരോ ഒരു ക്ലാസ്സുകളൊന്നും നമുക്ക് ലഭിച്ചില്ലല്ലോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമുക്കങ്ങ് തള്ളിക്കളയാം, എന്നിട്ട് ഇവരെ സ്വീകരിക്കാം. അതിൻ്റെ ഫലമായിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് അറിയാമല്ലോ. അവർ വേറൊരു ക്രിസ്തുവിനെ അല്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോയി എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും വേറൊരു ആത്മാവിനെ സ്വീകരിക്കുകയും വേറൊരു സുവിശേഷം അവർ സ്വീകരിക്കുകയും ചെയ്തിട്ട് സത്യസുവിശേഷവും സത്യക്രിസ്തുവിനെയും അവരെ വിട്ടുകളഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആത്മീയമായിട്ട് പിന്നോക്കം പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അവർ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലയിലാണ്. ദൈവവചനത്തിൻ്റെ ശുദ്ധമായ പഠനത്തിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് മനുഷ്യരിലേക്ക് അടുക്കുവാനും അതുപോലെ തന്നെ മനുഷ്യരാൽ ആകർഷിക്കപ്പെടുവാനും ഒരുപക്ഷെ സഭകളിൽ എണ്ണങ്ങൾ വർദ്ധിക്കുവാനും ഒക്കെ ആളുകളുടെ എണ്ണം കൂട്ടുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. നമുക്കറിയാമല്ലോ, എങ്ങും തൊടാതെ അനുഗ്രഹങ്ങൾ മാത്രം പ്രസംഗിച്ചുകൊണ്ട് സൗഖ്യവും അനുഗ്രഹവും മാത്രവും പ്രസംഗിക്കുന്നതായിട്ടുള്ള അനേക ആളുകളും ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സഭകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്നാൽ മാനസാന്തരം പ്രസംഗിക്കുന്നിടത്ത്, കഷ്ടത പ്രസംഗിക്കുന്നിടത്ത്, സഹിഷ്ണുത പ്രസംഗിക്കുന്നിടത്ത് ആളുകൾ വളരെ കുറവാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ അറിവും നമ്മളുടെ ബുദ്ധിയുമല്ല ദൈവവചനം അത് പ്രസംഗിക്കുമ്പോൾ അത് വെളിപ്പെടേണ്ടത്, മറിച്ച് അവിടെ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. അപ്പോൾ അറിവിൻ്റെയൊക്കെ പിന്നാലെ പോയതായിട്ടുള്ള കൊരിന്തിലെ സഭ ഒരു വലിയ ആപത്തിലേക്ക് ചെന്ന് ചാടി അല്ലെങ്കിൽ ചാടാനായിട്ട് പോയി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയൊരു ലേഖനം എഴുതി തൻ്റെ സഹപ്രവർത്തിക്കാരുടെ കയ്യിൽ കൊടുത്തുവിട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നും നമുക്കറിയാം, ക്രിസ്തീയ സഭകളിൽ വളരെ പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്
ഈ സെമിനാരി അല്ലെങ്കിൽ ബൈബിൾ കോളേജുകളിലെ വിദ്യാഭ്യാസം എന്നുള്ളതൊക്കെയാണ്. ഇന്നത്തെ ഒരുവിധപ്പെട്ട എല്ലാ സഭകളുടെയും ശുശ്രൂഷകന്മാർക്കുള്ളൊരു യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇവിടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചില പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ളവർ 5, 10 അല്ലെങ്കിൽ 15, 20 വർഷം ഏതെങ്കിലും സഭകളിൽ ഒരു പാസ്റ്ററായിട്ടോ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ടോ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. അവർക്കുള്ള പാക്കേജ് ശമ്പളവും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും സഭാ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് ഇന്ന് കമ്പനികളിലെ ജോലിക്കെടുക്കുന്ന ആളുകളെ പോലെ യോഗ്യതകൾ വെച്ച് എടുക്കുകയും അങ്ങനെ ഒരു ശമ്പളക്കാരായിട്ട് തീരുന്ന അല്ലെങ്കിൽ ശമ്പളക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്ന് സഭയിലെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരിക്കലും ഒരു സഭയെ മുമ്പോട്ട് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. അവരൊരിക്കലും ശമ്പളക്കാരായിട്ട്, നമുക്കറിയാമല്ലോ, ജോലി ചെയ്ത് അതിന് ശമ്പളം മേടിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതല്ല സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ആ ശുശ്രൂഷ അവർ മിക്കവാറും അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി പോകും, അടുത്ത സ്ഥലത്ത് പോകും, പുതിയൊരാൾ വരും. അങ്ങനെയൊക്കെ അതൊരു ലോകത്തിലെ ഒരു ജോലി പോലെ തന്നെ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ജോലി പോലെ തന്നെ അത് അങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ഒരു ബൈബിൾ കോളേജിൽ പോയി നാം 4 വർഷം പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുക, അത് നമ്മുടെ ബുദ്ധിയിൽ അത് ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതിനപ്പുറം ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമോ അങ്ങനെയൊന്നും നമുക്ക് അവിടെ കാണുന്നതല്ല. നമ്മുടെ ഏത് പാഠപുസ്തകവും പഠിക്കുന്നത് പോലെ, കുട്ടികൾ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നത് പോലെ തന്നെ അവിടെയും പോയി ബൈബിളിലെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനം പഠിക്കുമ്പോൾ അത് ഒരു പുസ്തകം പഠിക്കുന്നത് പോലുള്ളൊരു പഠനമല്ല. അവിടെ നാം ദൈവവചനത്തോട് സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമുക്ക് അനുസരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു മനോഭാവത്തോടു കൂടി താഴ്മയോടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് തൻ്റെ ആത്മാവിനാൽ തരുന്നതായിട്ടുള്ളൊരു പ്രകാശനമാണ് ദൈവവചനത്തിലെ ബോധ്യങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് കൂടുതൽ ആത്മീക സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. എന്നാൽ അങ്ങനെ ഒരു അനുസരണത്തിലേക്ക് പോകാതെ കേവലം ബൈബിളിനെക്കുറിച്ചും ബൈബിളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നാം മനസ്സിലാക്കി പോയാൽ അതിന് ആത്മീയമായിട്ടുള്ള യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല. അങ്ങനെ ബുദ്ധിയിൽ നിന്ന് അത് മനുഷ്യരുടെ ബുദ്ധിയിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒരു അറിവായിട്ട് മാത്രം ഇന്ന് ദൈവവചനം അനേക സഭകളിലും വ്യക്തികളിലും ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ അപജയത്തിന്, ഈ അധപതനത്തിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ബുദ്ധിയിൽ നിന്ന് അത് ബുദ്ധിയിലേക്ക് പോകുന്നു. അത് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നില്ല. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അവിടെ വരുന്നില്ല. കേൾവിക്കാർക്ക് ബുദ്ധിയാണ് വേണ്ടത്. അവരവരുടെ ബുദ്ധിയിലാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കേൾവിക്കാർക്ക് നല്ല പ്രസംഗ കഴിവുകളുള്ള ആളുകളെയാണ് വേണ്ടത്, കൃപാവരങ്ങളുള്ള ആളുകളെ അല്ല വേണ്ടത്. അതുകൊണ്ട് കൃപാവരങ്ങളുള്ള ആളുകൾ തള്ളപ്പെടുകയും വളരെ ബുദ്ധിമാന്മാരും ജ്ഞാനം, ലോകപ്രകാരവും ബൈബിൾ പ്രകാരവും ജ്ഞാനമുള്ളതായ, പരിജ്ഞാനമല്ല ജ്ഞാനമുള്ളതായിട്ടുള്ള ആളുകൾ അങ്ങനെ ഇന്ന് സഭകളുടെ നേതൃത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ സഭകളെ തെറ്റായിട്ടുള്ള വഴിയിൽ നയിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു തർക്കത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിനി ബുദ്ധിമാന്മാരാണ്, ജ്ഞാനിയാണ് എന്ന് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അത് നമുക്കൊരു തടസ്സമായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മുടെ അറിവിലേക്ക് വേണ്ടി മാത്രം നാം ദൈവവചനം പഠിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു തടസ്സമായിട്ടാണ് വരിക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ശിശുവിനെ പോലെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പത്രോസ് എഴുതിയ ലേഖനത്തിൽ, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവിൻ. അങ്ങനെ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് പോകുന്നതായിട്ടുള്ള ആളുകൾക്കാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മാത്രവുമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോൾ ആത്മീകമായിട്ടുള്ള സത്യങ്ങളെ
ആത്മാവിനാൽ ആത്മീകർക്കാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ ആത്മീകനാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളാണ് എങ്കിൽ ആത്മീകമായിട്ടുള്ള സത്യങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ആത്മാവാണ് അവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആത്മീകനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനമൊന്നും അത് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അത് ഒരുപക്ഷെ നമ്മുടെ അറിവുകളെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അറിവ് വർദ്ധിക്കുകയും അത് നമുക്ക് ഉപകാരമായി വരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം നാം ആ അറിവിനാൽ ചീർത്ത് നാം പോവുകയും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് യാതൊരു നന്മയും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ബുദ്ധിഹീൻ എന്ന് എന്നെ ആരും വിചാരിക്കരുത്. ഇതിനു മുമ്പ് വാക്സാമർത്ഥ്യമില്ലാത്തവനാണ് എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ അതുകൊണ്ട് ഞാൻ പരിജ്ഞാനമില്ലാത്തവനല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. വാക്സാമർത്ഥ്യമല്ല, പരിജ്ഞാനമാണ്. ജ്ഞാനമല്ല, പരിജ്ഞാനമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആരും എന്നെ ബുദ്ധിഹീൻ എന്ന് വിചാരിക്കരുതെന്ന് ഞാൻ പിന്നെയും പറയുന്നു. വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളുവിൻ. ഇനി ഞാനൊരു ബുദ്ധിഹീനനാണ് എന്ന് നിങ്ങൾ ഇനിയിപ്പം വിചാരിച്ചാൽ പോലും എന്നെ ഒരു ബുദ്ധിഹീനനെ പോലെയെങ്കിലും നിങ്ങളൊന്ന് കൈക്കൊള്ളണം. ഞാനും ഒരല്പം പ്രശംസിക്കണം. എനിക്ക് ഇച്ചിരി പ്രശംസ പറയാനുണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അപ്പോസ്തലന് യാതൊരു പ്രശംസയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവിടെ വന്നതായിട്ടുള്ള മറ്റാളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ പ്രശംസയുണ്ടായിരുന്നു. പ്രശംസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശംസിക്കുവാനായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവരിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവ് ആകുമ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ളതായ നന്മ അത് ഒരു ദൈവിക പ്രവർത്തനമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവികമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രശംസിക്കുന്നവനായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്നതായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ നോക്കിയപ്പോൾ പൗലോസ് അപ്പോസ്തലനൊന്നും പ്രശംസിക്കുവാനായിട്ടില്ല. ഒരുപക്ഷെ അവിടെ വന്നതായിട്ടുള്ള ആളുകൾ മറ്റ് പല സ്ഥലങ്ങളിലും പോയി ചെയ്തതായിട്ടുള്ള അനേക കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രശംസയുമായിട്ടായിരുന്നിരിക്കണം ഇവിടെ കൊരിന്തിലെ സഭയിൽ വന്നത്. അങ്ങനെ വന്നപ്പോൾ അതൊക്കെ കേട്ട് ഇവർ വളരെ പുളകം കൊണ്ടു കാണും. അവർ ചെയ്തതായിട്ടുള്ള വൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അവർ സഭകളിലേക്ക് കൂട്ടിച്ചേർത്തതായിട്ടുള്ള ആളുകളുടെ എണ്ണമോ ഒക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പം വലിയ ബഹുമാനം ഈ വന്ന ആളുകളെക്കുറിച്ച് ഉണ്ടായി കാണും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനും ഒരല്പം പ്രശംസിക്കാൻ പോവുകയാണ്. ഞാനൊരു ബുദ്ധിഹീനനാണ് എന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ, അല്ല, ഒരു ബുദ്ധിഹീനനായിട്ടെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് കൈക്കൊള്ളുക, നിങ്ങൾ എന്നെ ഒന്ന് കേൾക്ക് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 16-ാമത്തെ വാക്യത്തിൽ. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല, പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത്. ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. കാരണം ഒരു പ്രശംസ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന് യോജിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് മറ്റ് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അപ്പോൾ നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കണം. അപ്പോൾ ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഹിതപ്രകാരമല്ല, ഞാൻ ഒരല്പം പ്രശംസിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നരുത്. കാരണം നമുക്ക് തുടർന്നത് പഠിക്കുമ്പോൾ അത് എന്തിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു സംശയം മാറുന്നതാണ്. പലരും ജഡപ്രകാരം പ്രശംസിക്കുകയിൽ ഞാനും പ്രശംസിക്കും. അപ്പോൾ അവിടെ വന്ന ആളുകൾ അവർ ജഡപ്രകാരം വലിയ പ്രശംസിച്ച ആളുകളാണ്. ഒരുപക്ഷെ അവരുടെ ക്ലാസ്സുകളെക്കുറിച്ചോ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചോ അവരുടെ ജ്ഞാനത്തെക്കുറിച്ചോ അവരുടെ പ്രസംഗ പാഠവത്തെക്കുറിച്ചോ അവരുടെ ബുദ്ധിയെക്കുറിച്ചോ ഒക്കെ പ്രശംസിച്ചതായിട്ടുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പലരും ജഡപ്രകാരം പ്രശംസിക്കാൻ ഞാനും ഒരല്പം പ്രശംസിക്കാനായിട്ട് പോവുകയാണ്.
നിങ്ങൾ ബുദ്ധിമാന്മാരാകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ബുദ്ധിമാന്മാരാണ് കൊരിന്തിലെ വിശ്വാസികളെന്ന് ഒരല്പം ആക്ഷേപമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാകുമ്പോൾ ബുദ്ധി കുറഞ്ഞ് ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകളെ നിങ്ങൾ സഹിക്കുമല്ലോ, അതുകൊണ്ട് എൻ്റെ പ്രശംസ നിങ്ങൾ ഒന്ന് കേൾക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അവരോട് പറയുന്നത്. വീണ്ടും 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ഇവിടെ ഇത് അവിടെ വന്നതായിട്ടുള്ള തെറ്റായ ഉപദേശങ്ങളുമായിട്ട് വന്ന ആളുകളെ ഇവർ സ്വീകരിച്ചതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വേറൊരു ക്രിസ്തുവിനെയും മറ്റൊരു സുവിശേഷവും വേറൊരു ആത്മാവുമായിട്ട് വന്ന ആളുകൾ ഇവരുടെ ഇടയിൽ ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, അതായത് ഒരു തെറ്റായ ഉപദേശവുമായിട്ട് വന്ന് നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തി, ഒരുവൻ തിന്നുകളഞ്ഞു, അതായത് ഒരു സുവിശേഷത്തിൽ നിന്നും, ശരിയായ സുവിശേഷത്തിൽ നിന്നും ശരിയായ ആത്മാവിൽ നിന്നും ഒരാൾ മാറുമ്പോൾ അത് മറ്റൊരാൾ വിഴുങ്ങി, തെറ്റായിട്ടുള്ള ഉപദേശവുമായിട്ടുള്ള ആളുകൾ വന്നാൽ അവർ വിഴുങ്ങി എന്നുള്ളതിന് തുല്യമാണ്. ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ഇതിനു മുമ്പ് പൊറുക്കുന്നുവല്ലോ എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ അതേ വാക്ക് 4-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൊറുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. സത്യവചനം നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് അത് വിട്ട് മറ്റൊരു കാര്യം വരുമ്പോൾ നിങ്ങളത് പൊറുക്കുന്നത് വലിയൊരു ആശ്ചര്യമാണ്, അത് പൊറുക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ആരെന്ത് ചെയ്താലും നിങ്ങളതെല്ലാം പൊറുക്കുന്നുവല്ലോ. 21-ാമത്തെ വാക്യത്തിൽ അതിൽ ഞാൻ ബലഹീനനായിരുന്നു എന്ന് മാനം കെട്ട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിതെല്ലാം സഹിക്കും, എന്നാൽ ഇത് സഹിക്കാനായിട്ടുള്ള ഒരു ബലഹീനത അല്ലെങ്കിൽ അതിനുള്ളൊരു ബലം എനിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ അടിമകളായി തീർന്നു, നിങ്ങളെ തിന്നുകളഞ്ഞു, നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, മറ്റുള്ളവരുടെ അഹങ്കാരത്തെ നിങ്ങൾ മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ മുഖത്ത് അവരടിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ പൊറുത്തു. എന്നാൽ അങ്ങനെ പൊറുക്കാനായിട്ട് എനിക്ക് കഴിയില്ല, അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു. നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള ബലം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, അതിലൊക്കെയും ഞങ്ങൾ ബലഹീനരായിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നാം ദൈവവചനത്തോട് സമീപിക്കുകയും ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ തെറ്റിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയിൽ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് സംസാരിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ എന്തോ ഒരു പുതിയ കാര്യമാണ്, അതൊരു പുതിയ അറിവാണ്, അവർക്ക് നല്ല പരിജ്ഞാനമുണ്ട് എന്നുള്ള നിലയിൽ ചിന്തിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ഷേമത്തോടെ, ചാതുര്യത്തോടെ വാക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ച് നല്ല പ്രസംഗ ശൈലിയോടെ പ്രസംഗിക്കുമ്പോഴും അതിനോട് ഒക്കെ നമ്മൾ വീണു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വീണുപോയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രസ്ഥാനത്തിനോ വ്യക്തിക്കോ അടിമപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ അവർ നമ്മെ തിന്നുകളയുകയും നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നു, മുഖത്തടിക്കുന്നു, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ നാം ആത്മീകരാണ് എങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ അത് ആത്മീകമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ആത്മാവിനാലാണോ ആത്മീകമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ആത്മീകന് സാധിക്കും. എന്നാൽ നമ്മൾ ആത്മീകരല്ല എങ്കിൽ, ജഡികരാണ് എങ്കിൽ നമുക്ക് ഏത് കേട്ടാലും അതിനൊക്കെ ആമേൻ പറയും, സ്തോത്രം പറയും. ഇന്നൊരാൾ ഒരു രീതിയിൽ പഠിപ്പിച്ചു, അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ അത് ശരിയാണെന്ന് നമുക്ക് വിചാരിക്കും, അതങ്ങനെ തന്നെയാണെന്ന് ചിന്തിക്കും, അതിനെക്കുറിച്ച് നമ്മൾ സ്തോത്രം പറയും, ആമേൻ പറയും, കൈപൊക്കും, ഹല്ലേലൂയ പറയും. അതിന് വിരുദ്ധമായിട്ട് മറ്റാരെങ്കിലും വന്ന് നാളെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനും നമ്മൾ ഹല്ലേലൂയ പറയും, അതിനും നമ്മൾ കൈപൊക്കും. അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇന്ന് ലോകത്ത്. ഗ്രഹിക്കുവാൻ കഴിയാത്ത, ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുന്ന നിലയിലുള്ളതായ ആത്മീകമായിട്ടുള്ളൊരു ചൈതന്യമോ ആത്മാവിനാലുള്ള ഒരു നടത്തിപ്പോ ഒന്നും ഇന്ന് ലോകത്ത് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് അതായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനും അനുസരിക്കുവാനായിട്ടും കഴിയണമെങ്കിൽ
നമ്മൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളായിട്ട് നാം തീരുക. നമ്മെ ആത്മാവല്ല നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് ഇപ്രകാരമുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും പ്രസംഗങ്ങളും സന്ദേശങ്ങളുമായിട്ട് വരുന്ന ആളുകളായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ബുദ്ധി അല്ല, ജ്ഞാനമല്ല, മറിച്ച് ദൈവാത്മാവിൻ്റെ പ്രവർത്തനവും ദൈവശക്തിയും ആണ് നമ്മെ നിയന്ത്രിക്കേണ്ടതും നമ്മെ വചനം പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.